അമേരിക്കയെ ഞെട്ടിച്ച് ചൈനയുടെ പുതിയ ആയുധം. ഇൻഡോ പസഫിക്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ചൈനയുടെ ഹൈപ്പർസോണിക് നീക്കം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് നിർണായക സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന പുതിയ തലമുറ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചൈന വികസിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വ്യോമ ടാങ്കറുകൾ, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, കമാൻഡ് വിമാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ഭാവിയിലെ ചൈന അമേരിക്ക സംഘർഷത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാമെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ നേരിട്ടറിവുള്ള വ്യക്തിയെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗാണ് നിർണായകമായ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പ്രകാരം ചൈന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ എയർ ടു എയർ ആക്രമണ ശേഷിയുമായി സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ആയുധങ്ങൾ വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ശത്രുവിന്റെ മുൻനിര യുദ്ധവിമാനങ്ങളെക്കാൾ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന നിർണായക പിന്തുണാ വിമാനങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടാൻ കഴിയുക. വ്യോമ ടാങ്കറുകളും എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളും ആധുനിക വ്യോമയുദ്ധത്തിൽ നിർണായകമാണ്. യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂരം പ്രവർത്തിക്കാൻ ഇന്ധനം നൽകുന്നതും ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്തി മറ്റ് വിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതും ഇത്തരം പ്ലാറ്റ്ഫോമുകളാണ്. അതിനാൽ അവയെ യുദ്ധഭൂമിയിൽ നിന്നും വളരെ അകലെയിരുന്നു കൊണ്ട് തന്നെ ആക്രമിക്കാൻ കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വ്യോമ പ്രവർത്തന ശൃംഖലയെയും ബാധിക്കാൻ കഴിയും. ഇതാണ് ചൈനയുടെ പുതിയ ഹൈപ്പർസോണിക് ശേഷിയെ അമേരിക്കൻ സൈനിക ആസൂത്രകർ ഗൗരവത്തോടെ കാണാനുള്ള പ്രധാന കാരണം. ചൈനയുടെ DF-17 സംവിധാനവുമായി ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന് ഏകദേശം 1500 മൈൽ, അതായത് 2400 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അതേസമയം DF-27 പോലുള്ള കൂടുതൽ ദീർഘദൂര സംവിധാനങ്ങൾക്ക് ഏകദേശം 5000 മൈൽ വരെ പരിധിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും ദൂരപരിധി അമേരിക്കയുടെ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും സൈനിക പിന്തുണ സംവിധാനങ്ങളെയും ചൈനീസ് മിസൈൽ ശേഷിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൂരപരിധി മാത്രമല്ല ഇവിടെ പ്രധാന വിഷയം. ഒരു ചലിക്കുന്ന വിമാനത്തെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും കൃത്യമായി ആക്രമിക്കുക എന്നത് അതീവ സങ്കീർണമായ സാങ്കേതിക വെല്ലുവിളിയാണ്. ലക്ഷ്യം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനൊപ്പം അത് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, ഏത് ദിശയിലാണ് നീങ്ങുന്നത് തുടങ്ങിയ വിവരങ്ങളും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സെൻസറുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കമാൻഡ് സംവിധാനങ്ങളിലൂടെ മിസൈലിലേക്ക് എത്തിക്കുന്ന ഈ മുഴുവൻ പ്രക്രിയയാണ് സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഘട്ടം പരാജയപ്പെട്ടാൽ ആക്രമണ ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ സഞ്ചാരപാതയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെ ഒരു സ്ഥിരതയുള്ള പാത പിന്തുടരാതെ അന്തരീക്ഷത്തിന്റെ മുകളിലത്തെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ദിശയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് നേടുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയുടെ സഞ്ചാരപാത മുൻകൂട്ടി കണക്കാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകാം. അതേസമയം ചൈനയുടെ മിസൈൽ ശേഖരവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്റഗൺ കണക്കുകൾ ഉദ്ധരിച്ചിട്ട് റിപ്പോർട്ട് പറയുന്നത് ചൈനയ്ക്ക് 2024ഓടെ 3250ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 300ഓളം കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരുന്നുവെന്നാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ചൈന നടത്തിയ മിസൈൽ ആധുനികവൽക്കരണത്തിന്റെ വ്യാപ്തി ഇതിലൂടെ വ്യക്തമാകുന്നു. എതിരാളിയുടെ സൈനിക സംവിധാനത്തിലെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം ആക്രമിക്കുന്നതിലുപരി അതിന്റെ മുഴുവൻ പ്രവർത്തന ശൃംഖലയെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ചൈനയുടെ സമീപനമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ചൈനയുടെ ഹൈപ്പർസോണിക് ആയുധ വികസനം വെറും മറ്റൊരു മിസൈൽ പദ്ധതിയായി കാണാനാകില്ല. പസഫിക് മേഖലയിലെ ഭാവി യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ദൂരം, കൂടുതൽ വേഗം, കൂടുതൽ കൃത്യത എന്നിവ കൈവരിക്കുന്നത് എന്നതിനെ നിർണ്ണയിക്കുന്ന പുതിയ ആയുധ മത്സരത്തിന്റെ ഭാഗമാണിത്. അമേരിക്കയുടെ മുന്നണി സൈനിക സംവിധാനങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ടാങ്കറുകളും നിരീക്ഷണ വിമാനങ്ങളും കമാൻഡ് സംവിധാനങ്ങളും ലക്ഷ്യമിടാനുള്ള കഴിവാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഭീഷണി. ചൈനയും അമേരിക്കയും ഒരേ സമയം ദീർഘദൂര മിസൈൽ ശേഷി വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത തലമുറ വ്യോമയുദ്ധം ആകാശത്ത് മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നുള്ള കൃത്യമായ ആക്രമണങ്ങളിലൂടെ ആയിരിക്കും നിർണ്ണയിക്കപ്പെടുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.